ക്രേസി ഹാക്സിൻ്റെ ഇന്നത്തെ ഒരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ്. അത് ഉരുളൻകിഴങ്ങും അച്ചിങ്ങയും വെച്ചിട്ട് നല്ലൊരു കിടുക്കാച്ചി ടേസ്റ്റിലുള്ള നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന്. അപ്പോൾ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കറുവപ്പട്ട. അപ്പോൾ ഈ കറുവപ്പട്ട നമുക്ക് ലാസ്റ്റ് എടുത്ത് മാറ്റേണ്ടതാണ്, അത് ഓർമ്മ വേണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15ഓളം ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 10-12ഓളം വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ മുറിക്കാതെയാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടിയോളം നാളികേരക്കൊത്ത് ഒന്ന് നീളത്തിലൊന്ന് മുറിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുത്താലും മതി, അതല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് നേരം ഇതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മളുടെ കറിയുടെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടേ ഒരു രക്ഷയില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കഴുകി ഒന്ന് നീളത്തിൽ അരിഞ്ഞ് എടുത്തു വെച്ചിരുന്നതാണ്. അത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ മെഴുക്കൊക്കെ നന്നായിട്ട് അതിൽ ആ ഉരുളൻകിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് പകുതി ഒരു കുക്കായതിന് ശേഷം വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അത് പിന്നീട് നമുക്ക് ഇടാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 5 മിനിറ്റും കൊണ്ട് നമുക്ക് പകുതിയോളം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത്ര മതി നമുക്ക്. അതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കണണ്ട. അപ്പോൾ നമുക്കൊരു പകുതിയോളം കുക്കായിട്ടുള്ളൂ. ഇപ്പോൾ കണ്ട, നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് വെന്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അച്ചിങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു കപ്പളവിലാണ് ഈ അച്ചിങ്ങ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 കൈപ്പിടിയോളം അച്ചിങ്ങ ഉണ്ടാവും. അത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു പകുതി കുക്കാവണ സമയത്ത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. കുറഞ്ഞാൽ നമുക്ക് പിന്നീടും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഉരുളൻകിഴങ്ങിലും അച്ചിങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി നമുക്കിതൊരു 6-7 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് മുഴുവനായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ, കുറച്ച് ലോ ആയാലും കുഴപ്പമില്ല, ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ഏകദേശം 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം. നല്ല അടുപ്പനായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണുണ്ട്. നല്ല കറക്റ്റ് വേവൊക്കെ നല്ല പാകമാണ്. അപ്പോൾ ആദ്യം നമ്മൾ 5 മിനിറ്റ്
വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത്. വീണ്ടും ഒരു 6-7 മിനിറ്റ് വീണ്ടും ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി അധികം പൊടിയാത്ത മുളക് പൊടിയാണ്, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്ത മുളകാണ്. അപ്പോൾ ഇങ്ങനത്തെ മുളക് പൊടിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നമ്മളുടെ മെഴുക്ക് പുരട്ടിക്കൊക്കെ. ഇനി നമുക്ക് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റും അതിൻ്റെ ആ എരിവിൻ്റെ കുത്തൊക്കെ പോയിട്ട് നന്നായിട്ട് ആ മുളക് പൊടി ഇതിനകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ആ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകും. അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റും കൂടി പെട്ടെന്ന് റെഡിയായി കിട്ടും. അത്രയേ ഉള്ളൂ. ഇതേ സംഭവം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നല്ലൊരു വാസനയാണ് കേട്ടോ ഇപ്പോൾ തന്നെ വരുന്നത്. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങും അച്ചിങ്ങയും ചേർത്തിട്ടുള്ള മെഴുക്ക് പുരട്ടി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഇതിനുണ്ടെന്നുള്ളത്. കറക്റ്റ് പാകമാണ്. ആ ഉരുളൻകിഴങ്ങിൻ്റെയും അച്ചിങ്ങയുടെയും ആ നാളികേരക്കൊത്തും ഒക്കെ കൂടി അങ്ങോട്ട് കറക്റ്റ്, ആ കറുവപ്പട്ടയുടെ ആ സ്മെല്ല് എല്ലാം കൂടി ഇങ്ങോട്ട് കേട്ടിട്ട് ഏത് വിശക്കാത്തവർക്കും വിശക്കുന്നുണ്ടാവും ഇതിൻ്റെ ആ സ്മെല്ല് കേട്ടിട്ട്. ഇനി നമുക്ക് ഫൈനലി നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരല്പം വേപ്പില അതും കൂടി ഒന്ന് തിരുമ്മി കൂട്ടി അങ്ങോട്ട് ഇട്ട് നമുക്ക് ഇതിങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ പരിപാടി. സംഭവം കിടുക്കാച്ചിയാണ് കേട്ടോ. ഇനി ഈ കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു കറുവപ്പട്ട ആദ്യം ചേർത്ത് കൊടുത്തിരുന്നില്ലേ, അതൊന്ന് എടുത്തു മാറ്റാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത്. അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് മാറ്റിയേക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.